എന്താണ് ഗനോഡർമ ലൂസിഡം? അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം ഗനോഡർമ ലൂസിഡം അടങ്ങിയിരിക്കുന്ന കോഫി പൗഡറിനെയും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഓൾറെഡി ഞാൻ ഗനോഡർമ കോഫിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നി ഒന്ന് ഗനോഡർമ ലൂസിഡം എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ശരിക്കും പരിചയപ്പെടുത്തി തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്. ഇതിൽ ഞാൻ കോഫി പ്രിപ്പയർ ചെയ്യുന്നതും കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫിജിക്കാർട്ടിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഗാനോഡർമ കോഫി എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വിവരണം തരാം. ഈ ഗാനോഡർമ ലൂസിഡം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗാനോഡെർമറ്റസി എന്ന ഫാമിലിയിലുള്ള ഒരു പോളിഫോൺ ഫംഗിയാണ്. അതായത് നമ്മുടെ വിശദമായി പറയുന്നത് വെച്ചാൽ ഇതൊരു തരം മഷ്റൂമാണ്, ഇതൊരു തരം കൂണാണ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇതൊരു തരം കൂണാണ്. അപ്പോൾ ഈ കൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ ട്രഡീഷണൽ മെഡിസിൻസിലൊക്കെ വളരെ അധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു ഗനോഡർമ ലൂസിഡം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ആക്ച്വലി സയൻറ്റിസ്റ്റിനും ഡോക്ടേഴ്സിനും ഒക്കെ നല്ല ഐഡിയ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഇതെന്താണ് ഈ മഷ്റൂം ഗനോഡർമ എന്താണ് എന്നുള്ളതൊന്നും ഇവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഉണ്ടാകും, പക്ഷെ നമുക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഇതെന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊന്നും നമുക്ക് ഈ ഒരു മഷ്റൂമിനെ പറ്റി ഐഡിയ ഇല്ല. അപ്പോൾ ഈ മഷ്റൂമിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 6 കോമൺ ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ക്യാൻസർ സെല്ലിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ഗനോഡർമ ലൂസിഡം ുണ്ട്. പിന്നെ നമ്മുടെ ഫത്തീഗ്, ഡിപ്രഷൻ ഇങ്ങനെയുള്ള പ്രോബ്ലം, അതായത് ക്ഷീണം, ഡിപ്രഷൻ ഇങ്ങനെയുള്ള കുറേ ശാരീരിക വിഷമതകളുണ്ടല്ലോ, അതിനൊക്കെ ഈ ഒരു മഷ്റൂം വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അടങ്ങിയ കോഫിയാണ് ഈ ഗനോഡർമ കോഫി, നമ്മുടെ ഫിജിക്കാർട്ടിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനുള്ള പവറും നമ്മുടെ ഈ ഒരു ഗനോഡർമ ലൂസിഡമിനുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിനെ ബൂസ്റ്റിങ്ങും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു 6 കോമൺ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു കോഫി രൂപത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഈ ഒരു ഗനോഡർമ കോഫി പൗഡറിനെ പറ്റി നിങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഒരു പാക്കേജിനെ പറ്റി ഞാനൊരു ഐഡിയ തരാം. ഇതിപ്പോൾ നമ്മുടെ ഫിജിക്കാർട്ടിൻ്റെ ആര്യസുക്തയുടെ പ്രോഡക്റ്റാണ് ഗനോഡർമ കോഫി പൗഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 പാക്കറ്റായിട്ടാണ് വരുന്നത്. ഇത് 1/2 കിലോഗ്രാമിൻ്റെ ഒരു പാക്കേജാണ്. ഈ 1/2 കിലോഗ്രാം പാക്കേജിൽ നമുക്ക് 25 സാഷയാണ് വരുന്നത്. 20 ഗ്രാമിൻ്റെ ഓരോരോ സാഷയായിട്ട്. ഓക്കെ, അങ്ങനെ 25 സാഷ. അപ്പോൾ ഈ പൗഡർ ഇത് ഞാനൊന്ന് സാഷയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാം. ഈ സാഷ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, കണ്ടില്ല, ഇതിങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഗനോഡർമ കോഫി കുടിക്കുന്നതുകൊണ്ടുള്ള കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ പറയാം. ഇത് നമ്മുടെ ബോഡിയെ ഓക്സിജനേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റാമിന ബൂസ്റ്റപ്പ് ചെയ്യുന്നു, സ്റ്റാമിന നന്നായി ബൂസ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണ്? ബ്രെയിൻ പവർ, നമ്മുടെ ബ്രെയിനിൻ്റെ പവർ കൂട്ടുന്നു. ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ, ഓക്കെ, ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഉറക്കം, നല്ലൊരു ഉറക്കം. ഓക്കെ, നമുക്ക് ഇൻസോമിനിയ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റാണ് ഈ ഒരു കോഫി കുടിക്കുന്നത്. നോർമലി നമ്മൾ കോഫി കുടിക്കുമ്പോൾ പറയും ഉറക്കം വരാതിരിക്കാൻ, ആക്റ്റീവായിരിക്കാനൊക്കെയാണ് കോഫി കുടിക്കുന്നതൊക്കെ പറയും അല്ലേ. പക്ഷേ ഇവിടെ ഈ കോഫിക്ക് എന്തായാലും ഇത് കാഫെയിൻ ഇല്ല, ഇത് ഡീകാഫൈനേറ്റഡ് കോഫിയാണ്. അപ്പം നിങ്ങൾക്ക് അൺനെസറി ആയിട്ട് നിങ്ങളെന്താ ഉറക്ക് പോക്കാനോ അതൊന്നല്ല. ഇത് ഇൻസോമിനിയ ഉള്ളവർക്ക് നല്ലതാണ്. നല്ലൊരു ഉറക്കം ലഭിക്കാൻ ഈ ഒരു കോഫി നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, അലർജീസ് ഇതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോഫി കൊണ്ട് നമുക്ക് പറ്റും. പിന്നെ ഓൾ ടുഗെദർ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ അതായത് നമ്മുടെ യങ്ങർ ഫീലിങ്ങിനെ റിജുവനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കോഫി വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നമ്മുടെ ഒരുവിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ചെയ്യാനും അതിനെ സ്ട്രെങ്ത് ചെയ്യാനും ഒക്കെ ഈ ഒരു കോഫി പൗഡർ നമുക്ക് ഉപകാരപ്രദമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ടോക്സിൻസ് ഉണ്ടല്ലോ, അതായത് വിഷാംശങ്ങൾ, അതൊക്കെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ഓർഗൻസിനെ
ഒന്നുകൂടെ പിന്നെ സ്ട്രോങ് ആക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ കോഫി കുടിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയും പറ്റുന്നുള്ളതാണ് ഈ ഒരു കോഫി കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഒരു കോഫി പൗഡർ. ഓക്കെ, അപ്പോൾ എന്തിന് നമ്മുടെ നോർമൽ കോഫി കുടിക്കണം? നമുക്ക് കോഫിയുടെ ഫ്ലേവറും കിട്ടുന്നുണ്ട്, അതേസമയം നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സും ഈ കോഫിയിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഫിയിൽ നിന്ന് 3 in 1 ആണ്, കണ്ടില്ല? 3 in 1. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കോഫിയുണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ ഈ ഗനോഡർമ ലൂസിഡം ഉണ്ട്. അപ്പോൾ ഈ ഗനോഡർമ ലൂസിഡം എന്താണ്? ഈ ഒരു നോൺ ഡയറി വൈറ്റ്നറിൻ്റെ പണി ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പാൽപ്പൊടിയാണല്ലോ, നോർമലി മിൽക്ക് പൗഡർ ആണല്ലോ, ഒരു മൂന്നാമത് ഒരു കുറച്ച് നമുക്കൊരു പാലിൻ്റെ ഒരു അംശം വേണം അല്ലേ? ഇതിപ്പം നമുക്ക് അതല്ല, ഇത് നോൺ ഡയറി വൈറ്റ്നറാണ്. അതാണ് ഈ ഗനോഡർമ ലൂസിഡം. അതാണ് നമുക്കിവിടെ ഒരു വൈറ്റ് കളർ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ കോഫിക്ക് ഒരു മിൽക്കിൻ്റെ ഒരു ലുക്ക് കൊടുക്കുന്നത് ഈ ഒരു ഗനോഡർമ ലൂസിഡമാണ്. ഓക്കെ, ഈ ഒരു സെഷൻ നമുക്ക് 150 മില്ലി വാട്ടർ, ഇതിപ്പോൾ 150 മില്ലി വാട്ടർ ഞാൻ ഓവനിൽ നന്നായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നല്ല ചൂടുള്ള വെള്ളം വേണം. ഓക്കെ, അതൊരു ഓവനിലൊരു 2 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ചൂടായിട്ട് കിട്ടും. 2 മിനിറ്റോ 3 മിനിറ്റോ, 3 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് മതി. അല്ലെങ്കിൽ നന്നായിട്ട് ബോയിൽ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പൗഡർ ഇട്ടിട്ട് പിന്നെ എങ്ങനെ ഇത് പെട്ടെന്ന് ഡിസോൾവ് ആവുകയും ചെയ്യും. ഇത് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് പൗഡർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൊളിക്കാം. കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് ഈസിയാണ്. ഇതങ്ങനെ വെറുതെ ഇങ്ങനെ ടിയർ ചെയ്താൽ മതി. കണ്ടില്ല, കാണുന്നു? ഇങ്ങനെ ടിയർ ചെയ്താൽ അതങ്ങ് പൊളിഞ്ഞ് വരും. കണ്ടില്ല, പൊളിഞ്ഞു. അപ്പോൾ ഈ പൗഡർ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിക്കാൻ പറ്റുമോ നോട്ടെ. ക്യാമറയിൽ കാണുന്നുണ്ടോ പൗഡർ? ഓക്കെ, ഇതാണ് പൗഡർ. അപ്പം ഞാനിത് ഈ ഒരു കപ്പിലേക്ക് ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ 150 മില്ലി വെള്ളം. അത് പറയുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ എന്താണെന്ന് ഞാൻ പറയാം, ഞാൻ ഈ കപ്പിലാണ് ഉണ്ടാക്കി കുടിക്കാറ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മധുരം അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ 150 മില്ലി വെള്ളത്തിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലായി തോന്നാം. ഞാൻ നോർമലി മധുരം വളരെ ലോ ആയിട്ടാണ് ചായ കോഫിയൊക്കെ കുടിക്കുമ്പോൾ പിന്നെ ഉപയോഗിക്കാറ്. അതുകൊണ്ട് മാത്രമാണ് ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ട്. ഇതൊരു 250 മില്ലിയുടെ കപ്പാണ്, ഞാൻ ഇതിലാണ് ഉണ്ടാക്കി കുടിക്കാറ്. കാരണം എനിക്ക് ലൈറ്റ് മധുരം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ 150 മില്ലി വെള്ളത്തിലേക്ക് ഈ പൗഡർ ഇത് എംപ്റ്റി ചെയ്ത ശേഷേ. ഓക്കെ, ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഫുള്ളിടണേ. അങ്ങനെ അതാണ് അതിൻ്റെ കറക്റ്റ് ഇത്. അല്ലാതെ ഇത് പകുതി ഇട്ട് കുടിക്കാൻ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഫുള്ള് കിട്ടണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഇടുക. ഇത് പെട്ടെന്ന് ഡിസോൾവ് ആവും. ഓക്കെ, എന്നാലും ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് കാണിക്കുമ്പോഴേ അത് ഡിസോൾവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ വെള്ളം നല്ല ചൂട് വേണം. ഓക്കെ, വെള്ളം നല്ല ചൂട് വേണം. കണ്ടില്ല, പെട്ടെന്ന് ഇളകി, ഒന്നുമില്ല, ഒരു പിന്നെ ലംസും ഇല്ല, പെട്ടെന്ന് ഇളകിക്കളയും. കണ്ടില്ല, അപ്പോൾ ഇത് നിങ്ങൾക്ക് പാലിൻ്റെ ഒരു പോലെ കാണുന്നില്ല, പക്ഷേ ആക്ച്വലി ഇതെന്താണ്? ഗനോഡർമ ലൂസിഡമാണ്. ഇത് ആ ഒരു മഷ്റൂമിൻ്റെ പൗഡർ. മഷ്റൂം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു മഷ്റൂമിൻ്റെ കളർ തന്നെ ഒരു വെള്ളയല്ല. അപ്പോൾ അതിൻ്റെ ഒരു പൗഡറാണ് ഈ ഒരു പാലിൻ്റെ ഒരു ലുക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാനിതൊന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ നോക്കാം. ഇത് നല്ല കോഫിയുടെ നല്ല അരോമ. ഓക്കെ, കോഫി ബീനും ഉണ്ടല്ലോ, അതുകൊണ്ട് കോഫിയുടെ അരോമയും ഇതൊക്കെ ആയിട്ടാണ് ഈ കോഫി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗനോഡർമയെ പറ്റിയൊരു ഡീറ്റെയിൽ തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ ചാനൽ ലീസ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉപകാരപ്രദമായ വീഡിയോ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഗനോഡർമ കോഫി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ Phygicart.com ആപ്ലിക്കേഷനിലെത്തും. യു ക്യാൻ ബൈ ഫ്രം ദർ. ഓക്കെ, അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഐ എം സൈനിങ് ഓഫ്. ലീന സുജിത്.